ബാർക്കോഴയിൽ തനിക്ക് യാതൊരു പേടിയുമില്ലെന്ന് മന്ത്രി കെ ബാബു. ബിജു രമേശിന്റെ ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് കെ.എം. മാണിയുടെ വീട്ടിലെത്തിയ കെ ബാബു പ്രതികരിച്ചു. മാണിയെ സന്ദർശിച്ചത് വ്യക്തിപരമെന്നും ബാബു, ബിജു രമേശിനെതിരെ നിയമപോരാട്ടം തുടരുമെന്നും കെ ബാബു പ്രതികരിച്ചു. ഞാനും നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കണേ. എൻ്റെ ഡിഫർമേഷൻ കേസുണ്ട്. എൻ്റെ അടുത്ത് പല ദൂതന്മാരും വന്നിരുന്നു പിൻവലിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു ഭയമില്ല എന്ന് മാത്രമല്ല കേസ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമില്ല. അതിനകത്തെ നിങ്ങൾ എൻ്റെ പേരിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി. ആ വെരിഫിക്കേഷൻ നടത്തി എൻ്റെ പേരിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ള റിപ്പോർട്ടും വന്നു. പിന്നെ എന്തോന്ന് തെളിവുള്ള ആൾ, ഈ വെല്ലുവിളിക്കുന്ന ആൾ തെളിവ് കൊടുക്കുകയല്ലേ വേണ്ടേ? അല്ലെങ്കിൽ ദൂതന്മാരോട്ട് കേസ് പിൻവലിപ്പിക്കാൻ പറയണോ? ഇത്ര ഉറപ്പുള്ള ആൾക്ക്. ശരി, ഷീജ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷീജ, എന്തായാലും അടുത്ത നമ്പർ കെ ബാബുവാണ്. അതിലേക്കാണ് എന്തായാലും ബിജു രമേശ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതും നിയമ പോരാട്ടവുമൊക്കെ ആ തലത്തിൽ എന്തായാലും സ്പർശിക്കപ്പെടുക തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം. എന്താണ് ഇക്കാര്യത്തിൽ കെ ബാബു പ്രതികരിച്ചത്? പേടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം? പ്രജീഷ്, ഇന്ന് രാവിലെ കെ.എം. മാണിയുടെ ഔദ്യോഗിക വസതിയായ പ്രശാന്തിലെത്തിയായിരുന്നു അദ്ദേഹം. കെ.എം. മാണിയുമായി കൂടിക്കാഴ്ച നടത്തി പുറത്തിറങ്ങവെയാണ് ഇക്കാര്യത്തിൽ ബിജു രമേശിന്റെ വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദിച്ച സാഹചര്യത്തിൽ പ്രതികരിച്ചത്. ബിജു രമേശിന്റെ ആരോപണങ്ങളെ ഒന്നും തന്നെ താൻ ഭയക്കുന്നില്ല. അതിലെല്ലാം തന്നെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അന്ന് തന്നെ താൻ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ താൻ ബിജു രമേശിനെതിരായ ബിജു രമേശ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ നിയമപോരാട്ടം ആരംഭിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും താൻ ഭയക്കുന്നില്ല എന്നൊരു നിലപാട് തന്നെയാണ് കെ ബാബു വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കെ.എം. മാണിക്ക് ശേഷം അതിൽ വ്യക്തമായും പങ്കുള്ളത് കെ ബാബുവിനാണ് എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വീണ്ടും ബിജു രമേശ് കൈരളി പീപ്പിൾ മുഖേന വ്യക്തമാക്കിയിരുന്നു. ഇതിലേക്ക് വരും ദിവസങ്ങളിൽ ഇത്തരത്തിലേക്ക് കെ ബാബുവിലേക്ക് തന്നെ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടും എന്നുള്ളൊരു ഭയവും അദ്ദേഹത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാവിലത്തെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രജീഷ്, ഷീജ, ഇക്കാര്യത്തിൽ എന്ത് ബോധ്യമാണ് ഇക്കാര്യത്തിൽ ഉറപ്പിച്ച് കെ ബാബു പറയുന്നത്? കാരണം നയപരമായ തീരുമാനങ്ങൾ സംബന്ധിച്ച് ബാർ നയവുമായി ബന്ധപ്പെട്ടൊക്കെ എടുത്ത നിലപാട് ഇക്കാര്യത്തിൽ അതാണ് ബിജു രമേശ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഖണ്ഡിക്കാൻ കഴിയുന്ന തരത്തിൽ കെ ബാബു എന്ത് ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്? പ്രജീഷ്, ആ രീതിയിൽ വസ്തുതകളിലേക്ക് ഒന്നും തന്നെ അദ്ദേഹം ഇന്ന് കടക്കാൻ തയ്യാറായില്ല. മറിച്ച് താൻ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ തന്നെ അന്ന് അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അതിൽ താൻ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ താൻ അനധികൃതമായി ഇടപെട്ട് ഒന്നും ചെയ്തിട്ടില്ല. പുതിയ ബാർ നയവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലും താൻ ബാർക്കോഴയിൽ ഇത്തരത്തിലേക്ക് അഴിമതിയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ല എന്നൊരു നിലപാട് തന്നെയാണ് കെ ബാബു വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വ്യാജമായുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്താനാണ് ബിജു രമേശിന്റെ ശ്രമം. അത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം നേരത്തെ ഉന്നയിച്ച സാഹചര്യത്തിൽ തന്നെ താൻ നിയമപരമായി ബിജു രമേശിനെതിരെ നീങ്ങിയതാണ്. ആ നിയമ പോരാട്ടം തുടരും എന്നൊരു മറുപടി മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. മറ്റല്ലാതെ ഇതിനെ ഏത് രീതിയിൽ വസ്തുതാപരമായ കാര്യങ്ങൾ വിശദീകരിക്കാനോ അത്തരത്തിലൊരു കാര്യങ്ങളുമായി മുന്നോട്ട് വരാൻ കെ ബാബു തയ്യാറായിട്ടില്ല. പ്രജീഷ്, ഷീജയാണ് വിശദാംശങ്ങൾ. ഷീജ തുടരുക. കൂടുതൽ വിശദാംശങ്ങളുമായി കെ ജി ദിനകർ നമ്മോടൊപ്പം ന്യൂസ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ദിനകർ, ഇക്കാര്യത്തിൽ ഇനി അടുത്തത് ഒരുപക്ഷെ നിയമ പോരാട്ടം സംബന്ധിച്ച് ഗ്രാവിറ്റിയാണ് ഒരുപക്ഷെ ആണെങ്കിൽ ഇക്കാര്യത്തിൽ സമാന സാഹചര്യത്തിലൂടെ ആരോപണ വിധേയനായ വ്യക്തിയാണ് കെ ബാബു ഒരുപക്ഷെ സംരക്ഷിക്കപ്പെടുന്നു. ഇതുതന്നെയാണ് കെ.എം. മാണിയെ ഇത്രയും നാൾ അധികാരത്തിൽ തുടരാനും പ്രേരിപ്പിച്ച കേരള കോൺഗ്രസ് ഒരു വഴിമരുന്നായി മുന്നോട്ട് പറയുകയും തടയിട സാഹചര്യമൊക്കെ അങ്ങനെയായിരുന്നു. കെ ബാബു സംരക്ഷിക്കപ്പെടുന്നു, മാണിയിലേക്ക് മാത്രം ധാർമ്മികത കൊണ്ടെത്തിക്കുന്നു. എന്തായാലും വരാൻ പോകുന്ന രാഷ്ട്രീയത്തിൽ കെ ബാബുവിൻ്റെ പങ്ക് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? ഏത് രീതിയിലായിരിക്കും വരുന്ന ആളുകളിൽ പോരാട്ടത്തിനിറങ്ങുമെന്ന് ബിജു രമേശ് കൂടി പറഞ്ഞ സാഹചര്യത്തിൽ? പ്രജീഷ്, വളരെ വ്യക്തമാണ് ആ കാര്യങ്ങൾ. കാരണം കെ.എം. മാണിയുടെ ഒപ്പമുള്ള ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് മാണിക്കെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അതോടൊപ്പം മാണി ഗ്രൂപ്പിലുള്ള പല പ്രമുഖരും വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, കെ.എം. മാണി മാത്രം ബലിയാടാക്കപ്പെടുകയായിരുന്നു. അതോടൊപ്പം മന്ത്രിസഭയിലെ മറ്റു പല പ്രമുഖരും കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ഇക്കാര്യം ബിജു രമേശും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 25 കോടി രൂപ ബാറുടമകളിൽ നിന്നും പിരിച്ചെടുത്തു എന്ന് ബാറുടമ ബിജു രമേശ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബാക്കി പണം 5 കോടി രൂപ കെ.എം. മാണിക്ക് നൽകാൻ അദ്ദേഹം ചോദിച്ചു. 1 കോടി നൽകി. പക്ഷേ ബാക്കി പണം എവിടെ പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.
അത്തരം ചില സൂചനകൾ, വ്യക്തമായ ചില സൂചനകൾ കേരള കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്നു. കെ എം മാണിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ മാത്രം കരുവാക്കി എന്ന് പറയുമ്പോൾ, കെ ബാബുവിനെ ഒഴിവാക്കി നിർത്തി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരം ചില സൂചനകൾ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ പീപ്പിളിൻ്റെ ടെലിഫോൺ അഭിമുഖത്തിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ശക്തമായി ഇവർ രംഗത്തെത്താനും സാധ്യതയുണ്ട്. മന്ത്രിസഭയിൽ പണം വാങ്ങിയിട്ടുള്ള മറ്റു നേതാക്കളുടെ പേരുകൾ കൂടി വെളിപ്പെടുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത്തരം വ്യക്തമായ സൂചനകൾ തന്നെയാണ് നേതാക്കൾ നൽകുകയും ചെയ്യുന്നത്. എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയാണ് കെ ബാബു. അദ്ദേഹത്തിനെതിരെ ബിജു രമേശ് നേരത്തെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിനും പണം നൽകിയിരുന്നു എന്നാണ് ബിജു രമേശ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ കൂട്ടിവായിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഗൂഢാലോചനയുണ്ട് എന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പറയുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുകൂടി അവർ കൂട്ടിവായിക്കുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ മന്ത്രിസഭയിൽ പണം വാങ്ങിയ ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ, തെളിവുകൾ ഉൾപ്പെടെ ഒരുപക്ഷെ പുറത്തുവിടാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. പ്രജീഷ്, ദിനകരനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ബിജു രമേശ് നമ്മോടൊപ്പം ചേരുന്നു. ബിജു രമേശ്, താങ്കൾ തന്നെയാണല്ലോ സൂചിപ്പിച്ചത് ഞങ്ങളുടെ ചർച്ചയിൽ, നമ്മുടെ പഞ്ചായത്ത് വാരം എന്ന പരിപാടിയിൽ തന്നെ താങ്കൾ അവസാനമായി പറഞ്ഞത് 25 കോടിയോളം രൂപ പല ഘട്ടങ്ങളിലായി പിരിച്ചു നൽകി. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഒരുപക്ഷെ കെ എം മാണിയുടെ കരങ്ങളിലേക്ക് എത്തപ്പെട്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ തുറന്ന് അത് എന്തായാലും വ്യക്തമാണ്, അത് തെളിയിക്കപ്പെടുക തന്നെ വേണമെന്നും താങ്കൾ പറയുകയും ചെയ്തു. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ അത് പ്രസക്തമല്ലേ, അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ? തീർച്ചയായിട്ടും ഈ പൈസ, ഈ കോടികൾ പിരിച്ചിട്ടുള്ളത് ആർക്കൊക്കെ കൊടുത്തു എന്തൊക്കെയാണെന്ന് ഈ അസോസിയേഷൻ അംഗങ്ങൾ തന്നെ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അവർ വ്യക്തമാക്കണം, ജില്ലാ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കണം ആർക്കൊക്കെയാണ് ഇത് കൊടുത്തത്. ഇത് വളരെ വ്യക്തമാക്കണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത് വളരെയേറെ ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയമാണ്. 25 കോടി രൂപയ്ക്ക് മുകളിൽ പിരിച്ചതിന്റെ കണക്കുകൾ ആർക്കൊക്കെ കൊടുക്കാതെ കൊടുത്തു എന്നുള്ള കണക്ക് കൃത്യമായി രാജ്യത്ത്, കാരണം വന്ന ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ വലിയ ദൂരം പോകില്ല എന്നുള്ളതാണ് കാര്യം. പറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്നവർ തെളിവ് കൊണ്ടുവരാനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് പോരാ, അതിന്റെ തെളിവുകളുമായി തന്നെ താമസിയാതെ കാര്യങ്ങൾ പുറത്തേക്ക് വരും, മറനീക്കി പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയാണ് എന്റെ മനസ്സിലുള്ളത്. പിന്നെ കെ ബാബു ഇപ്പൊ ചാനൽ പറയുന്ന എഴുതി കാണിക്കുന്ന കേട്ടായിരുന്നു ഏതോ ദൂതനെ അയച്ചു എന്ന്. ഏത് ദൂതനെ അയച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അതാണ് ശ്രീ ബിജു, കാരണം താങ്കൾ ഒരുപക്ഷെ മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. താങ്കൾ ദൂതനെ അയച്ചു, കാര്യങ്ങൾ അതിലെന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഏത് ദൂതനെയാണ് താങ്കൾ അയച്ചത്? എന്തിനു വേണ്ടി അയച്ചു? താങ്കളുടെ അത് തുറന്നു പറയാനുള്ള ബാധ്യത താങ്കളിലേക്ക് വരികയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് കെ മാണി എനിക്കെതിരെ ഫയൽ ചെയ്ത മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് 10 കോടി രൂപയാണ് ഫയൽ ചെയ്തത്. എന്നിട്ട് പോലും ഞാനൊരു ദൂതനെ പോയി അയച്ചിട്ടില്ല. അപ്പൊ എന്നെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ ആരോടും പറഞ്ഞില്ല 10 കോടി രൂപയുടെ കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഉപദ്രവിക്കണമെന്ന്. അതേസമയത്ത് വെറും 25 ലക്ഷം രൂപ മാത്രമാണ് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്ന ബാബുവിനെതിരെ ഞാൻ ദൂതനെ അയച്ചു എന്ന് ബാബു അത് പറയുമ്പോൾ ഞാൻ അയച്ച ദൂതൻ ആരാണ് എന്ന് ബാബു വ്യക്തമാക്കേണ്ടതല്ലേ? ബാബു എനിക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ബാബു എന്റെ കാല് പിടിക്കാനായിട്ട് ആളിനെ അയച്ചു, കൈ പിടിക്കാനായിട്ട് ആളിനെ അയച്ചു, ബാബു എല്ലാവരെയും കൊണ്ട് എന്നെ നിർബന്ധിക്കുന്നു എന്നൊക്കെ എനിക്ക് പറയാനില്ല. പക്ഷെ അതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ബാബുവിനെ ഉപദ്രവിക്കുന്നതൊക്കെ എത്ര പേരാണ് വന്നത്? ബാബുവിന്റെ സ്പോൺസർ വരെ എന്നോട് പറഞ്ഞു ബാബുവിനെ ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ നിന്നില്ലല്ലോ. അത് വ്യക്തിപരമായി ഓരോരുത്തരും നമ്മളോടുള്ള അല്പം കൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു. പക്ഷെ ബാബുവിനോട് ഞാൻ ഒരിക്കലും ബാബുവിനെ ഒരു ദൂതനെ അയച്ചിട്ടില്ല. ഏത് ദൂതനെ അയച്ചിരുന്നു? ബാബുവിനെ സഹായിക്കണമെന്ന് പറഞ്ഞ് ബാബുവിന്റെ ആൾക്കാർ വന്ന് എന്നോട് സംസാരിച്ചതല്ലാതെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്റെ ബാബു ഉപദ്രവിക്കാനുള്ള മാക്സിമം എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാ ഞാൻ ബാബുവിനെ ദൂതനെ അയക്കുന്നത്? ബാബു എക്സൈസിന്റെ അധികാരം വെച്ചുകൊണ്ട് ഉപദ്രവിക്കുന്നു. ഗോകുലം ഗോപാലൻ അദ്ദേഹത്തോട് തന്നെ പറയുകയും ചെയ്തു ബിജു രമേശിന്റെ അസ്ഥിവാരം തോണ്ടുമെന്ന്. അപ്പൊ ഒരു മന്ത്രി കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ലംഘനമാണ് അദ്ദേഹം പറയുന്ന ആ വാക്കുകളിൽ പോലും ഉള്ളത്. മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു പൗരന്റെ അദ്ദേഹത്തിന്റെ അഴിമതി ചൂണ്ടിക്കാണിച്ച ഒരു വോട്ടർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാക്കുന്ന ജനങ്ങളാണ്
ജനം അതിൽ ബിജു ഇക്കാര്യം പറയുമ്പോഴും കാരണം കെ എം മാണിയുടെ കാര്യത്തിലാണെങ്കിൽ പണം നൽകി കൈമാറി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും ഒപ്പം തന്നെ പാലായിലെ വസതിയിലടക്കം പണം കൈമാറിയും തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ താങ്കൾ സ്പഷ്ടമായ രീതിയിൽ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം 30 ലക്ഷം രൂപയിൽ നിന്നും 22 ലക്ഷത്തിലേക്ക് ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ വേണ്ടി, കാരണം യോഗം മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് നടന്നത് എന്നൊക്കെ താങ്കൾ പറയുന്നു. അവിടെ 10 കോടി രൂപ അവിടെ വെച്ച് കൈമാറിയെന്നും താങ്കൾ പറയുന്നു. ഇക്കാര്യത്തിൽ സ്പഷ്ടമായ കേന്ദ്രീകരിക്കപ്പെടാൻ കഴിയുന്ന തെളിവുകൾ താങ്കളുടെ കയ്യിൽ എന്താണുള്ളത്? മാണിയുടെ കാര്യത്തിലാണോ ബാബുവിന്റെ കാര്യത്തിൽ? കെ ബാബുവിലേക്കാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. ബാബുവിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഈ പറയപ്പെടുന്ന ബഡ്ജറ്റ് പ്രീ ബഡ്ജറ്റിൽ തന്നെ 25 ലക്ഷം രൂപയായിരുന്നു പ്രീ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ബാബു ഞങ്ങളോട് സംസാരിച്ചത് 30 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് കൂട്ടാനാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങുന്നത്. പക്ഷെ പ്രീ ബഡ്ജറ്റിന്റെ അവസാനത്തെ അതിന്റെ റെക്കോർഡ്സ് നോക്കി 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് 20 ലക്ഷം രൂപ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ബാർ ലൈസൻസ് കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നിട്ട് പോലും ബാബു അത് 23 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുടെ ലൈസൻസിൽ കുറച്ചു വന്നു. ആ കുറച്ചു വന്നതിന്റെ ബാബു ആവശ്യപ്പെട്ട 10 കോടി രൂപ വേണം ഞാൻ ചെക്ക് ചെയ്ത് തരാൻ 10 കോടി രൂപ കൊണ്ടുപോകാൻ ഞാനിരിക്കുമ്പോൾ ലഭിച്ച ഡിമാൻഡ് അവിടെ ഡിമാൻഡ് ഉണ്ട്. രണ്ടാമത് അതിന്റെ ഒരു ഘട്ടമായിട്ടുള്ള 50 ലക്ഷം രൂപ ബാബുവിന്റെ ഓഫീസിൽ കൊണ്ടുപോയി അസോസിയേഷനെ പ്രതിനിധീകരിച്ച് കൊടുത്തത് ഞാനാണ്. ഞാൻ തന്നെയാണ് നേരിട്ട് കൊണ്ട് കുറച്ചുകൂടി ബിജു രമേശ് കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി, താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുള്ളത്, കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി താങ്കൾ എവിടെ വെച്ചാണ് കൈമാറിയത്? കാരണം ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റി അയച്ച ശേഷം കെ ബാബു ബാറുടമകളുമായി പ്രത്യേകം സംസാരിച്ചു അദ്ദേഹത്തിന്റെ ചേംബറിൽ വെച്ച്. അവിടെ വെച്ചാണോ പണം നൽകിയത്? ഈ പറയുന്ന രീതിയിലുള്ള പണം കൈമാറ്റം നടന്നത് എവിടെ വെച്ചാണ് കൈമാറ്റം നടത്തിയത്? ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമാകുന്ന ചോദ്യം. അതിനുശേഷം ഏപ്രിൽ മാസം അസോസിയേഷൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന 50 ലക്ഷം രൂപ എന്റെ ഓഫീസിലാണ് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. ആ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നതിലേക്ക് വേണ്ടി എന്നെ വിളിച്ചു പറയുകയും ഞാനും എന്റെ ജനറൽ മാനേജർ രാധാകൃഷ്ണനും മുഹമ്മദ് റസീഫ് എന്ന് പറഞ്ഞ ചേംബറിന്റെ മീറ്റിംഗ് ഞങ്ങൾ ആലോചന ഉണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടി ചേംബറിന്റെ വൈസ് പ്രസിഡന്റായ മുഹമ്മദ് റസീഫും ഞങ്ങൾ 3 പേരും കൂടിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് പോയത്. ഞാൻ കയറി ബാബുവിന്റെ മുറിയിൽ കയറി ബാബുവിനെ കണ്ടു. ബാബു പറഞ്ഞ പറയുന്നു ഈ പൈസ നേരെ ബാഗ് കൊണ്ടുപോയി സുരേഷ് ഭായിയുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് കൊടുത്തിട്ടുള്ളത്, വേറെ വീട്ടിലൊന്നും. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ഈ പൈസ ഇടപാട് നടത്തിയത്. ബാക്കി തുകകൾ കംപ്ലീറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അവസാനിച്ചിരിക്കുന്ന ബാബുവിന്റെ പ്രധാന ഗ്രൂപ്പാണ്. ഒരു ബാല്യക്കാരനായിട്ടാണ് ഞാൻ ഇന്നും ബാബുവിനെ കണ്ടിട്ടുള്ളത്. അത് പറഞ്ഞാൽ നാരായണൻ ചേട്ടന്റെ മുന്നിൽ പോലും ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന ഇരിക്കുക പോലും ചെയ്യാത്ത MLA ആണ് അതിലുള്ള. കൃഷ്ണദാസ് അവിടെ വന്ന് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ പോലും സെക്രട്ടേറിയറ്റിൽ ബിജു താങ്കൾ സെക്രട്ടേറിയറ്റിൽ എത്തി, സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് കൈമാറ്റം നടത്തിയിരിക്കുന്നത് പണം. അതോ അക്കാര്യത്തിലൊരു വ്യക്തത കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്താൽ? ഞാൻ സെക്രട്ടേറിയറ്റിൽ കൊണ്ടിരുന്ന ബാബുവിനെ കണ്ടിരുന്നു. ഞാനും രാധാകൃഷ്ണൻ റസീഫും ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് ബാബുവിന്റെ മുറിയിൽ കയറി കാണുന്നു ക്യാഷ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു പറഞ്ഞു. അപ്പുറത്ത് സുരേഷ് തീർച്ചയായും ബിജു താങ്കളുടെ സാങ്കേതിക തടസ്സം താങ്കളുടെ സംഭാഷണത്തിലുണ്ട്. ഒന്നുകൂടി കട്ട് ചെയ്ത ശേഷം താങ്കളിലേക്ക് വരാൻ കഴിയുന്നതാണ്. ഇവിടെ ഇക്കാര്യത്തിൽ KG ദിനകറിലേക്ക് പോകും. ദിനകർ വലിയ ഗുരുതരമായ ഒരു പക്ഷേ ആരോപണം വീണ്ടും അദ്ദേഹം അടിയുറപ്പിച്ച് പറയുന്നു. ബാബുവിൻ്റെ ഓഫീസിലാണ് താൻ നേരിട്ട് പണം കൊണ്ടുപോയി കൊടുത്തത്. ഇക്കാര്യത്തിൽ സാഹചര്യ തെളിവുകളുണ്ട്. അതിലേക്കടക്കം പോയി പരിശോധിച്ചാൽ അതൊക്കെ തന്നെ വ്യക്തമാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊന്നും തന്നെ അന്വേഷണ ദിശയിലോ അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ടിട്ട് കൂടി ആ തരത്തിലുള്ള ഒരു നിയമ തലത്തിലുള്ള യാതൊരു നടപടികളിലേക്കും പോയിട്ടില്ല. അതാണ് ഒരു പക്ഷേ പ്രസക്തമാവുന്നത്. പ്രജീഷ്, അദ്ദേഹം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രി കെ ബാബുവിനെതിരെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ എത്തി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിനോട് പണം ആർക്ക് കൈമാറണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചാൽ മതി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നേരത്തെ അദ്ദേഹവുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട ശേഷമായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് പോയത്. താനും ഒപ്പം തന്റെ സെക്രട്ടറി ആയിട്ടുള്ള ബിജു രമേശ് വീണ്ടും ചേരുന്നു. ബിജു, ബാബുവിന്റെ ഓഫീസിലാണ് താങ്കൾ നേരിട്ട് കൊണ്ടുപോയി പണം നൽകിയത്. അവിടെ മന്ത്രി നേരിട്ട് പണം വാങ്ങുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഡീലിംഗ് ഏത് രീതിയിലായിരുന്നു? ഞാനും ബാബുവിന്റെ ഓഫീസിൽ ചെന്നു. എന്റെ കൂടെ
ശ്രീ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, മുഹമ്മദ് റസീഫ് ഉണ്ടായിരുന്നു. ഞാൻ ബാബുവിന്റെ മുറിയിൽ ചെന്ന് ബാബുവിനെ കണ്ടു, ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാബു എന്നോട് പറഞ്ഞു സുരേഷ് പയ്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സെക്രട്ടറി നേരെ ഓപ്പോസിറ്റ് റൂമിലേക്ക് ശ്രീ അത് പയ്യെ എത്തിച്ചേക്കെന്ന് പറഞ്ഞു. ഞാൻ നേരെ കൊണ്ടുപോയി സുരേഷ് പയ്യയുടെ, ഞാനും മാനേജർ കൊണ്ട് ബാഗ് മാനേജറുടെ കയ്യിലായിരുന്നു. മാനേജർ നേരെ കൊണ്ട് സുരേഷ് പയ്യയുടെ മുറിയിൽ കൊണ്ട് സുരേഷ് പയ്യെ കൊടുത്തു. ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അത് അവിടെ നിന്ന് ഇറങ്ങി പുറത്തു നിന്ന് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ താഴെ എത്തുമ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പരിചയമുള്ള ഒരു ആളിനെ കണ്ട് സെക്രട്ടറി അവിടെ വെളിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സുരേഷ് ഭായി ആ ബാഗുമായി ഞങ്ങൾ കൊടുത്ത അതേ ബാഗുമായി വന്ന് ബാബുവിന്റെ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ ഈ രാധാകൃഷ്ണൻ ജനറൽ മാനേജർ, ഈ പറയുന്ന മുഹമ്മദ് റഫീഖ് ആരാണ്? കേരള ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ സദേൺ റീജിയൻ വൈസ് പ്രസിഡന്റ് ആണ്. സദേൺ റീജിയൻ വൈസ് പ്രസിഡന്റ്. തുടർന്നോളൂ. അതിനുശേഷം നടന്ന ഡീലിങ്ങുകൾ, അതിനുശേഷമുള്ള ബാക്കിയുള്ള ക്യാഷുകൾ കംപ്ലീറ്റ് കളക്ട് ചെയ്ത് കൊടുത്ത് അസോസിയേഷൻ കൊടുത്തു. ബാക്കിയുള്ള ക്യാഷ് കംപ്ലീറ്റ് ഡീൽ ചെയ്തിരിക്കുന്നത് ഈ പറയപ്പെടുന്ന കൃഷ്ണദാസ് ആണ്. കൃഷ്ണദാസ് എന്ന് പറയുന്ന പോളക്കുളം കൃഷ്ണദാസ് ആണ് ഡീൽ ചെയ്തിരിക്കുന്നത്. അത് കൃഷ്ണദാസിനെ ഈ അന്വേഷണ ഏജൻസി ആരെങ്കിലും കാര്യം അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മാത്രമേ അതിന് എവിടെ വെച്ച് ഡീൽ ചെയ്തു എന്ത് ചെയ്തു എന്നുള്ള കാര്യം പുറത്തു വരുള്ളൂ. അതുകൊണ്ടാണ് ബാബു ധൈര്യമായി പറയുന്നത് അത് നോക്കിക്കൊള്ളാം. കാര്യം കൃഷ്ണദാസ് ബാബുവിനെ സംരക്ഷിക്കും എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ശക്തമായ ഒരു അന്വേഷണം വരികയും കൃഷ്ണദാസിനെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ബിജു ഏപ്രിൽ ആണല്ലോ താങ്കൾ പറയുന്നത്. ഏപ്രിൽ ഒരുപക്ഷെ ആ വർഷവും അതിലേക്ക് പോയാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നാളെ ഞാൻ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കോപ്പി, വിജിലൻസിൽ കൊടുത്തിട്ടുള്ള അതിന്റെ മൊഴി പകർപ്പിന്റെ കോപ്പി ഞാൻ നാളെ, ഞാനിപ്പോ സ്ഥലത്തില്ല, നാളെ ഞാനത് നൽകുന്നതാണ്. കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി, കാരണം ആ ഡേറ്റ് ഒരു പക്ഷേ താങ്കൾക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ, ഡേറ്റോ ഈ പറയുന്ന വർഷമോ ആ സമയമോ സന്ദർഭമോ ഒരു പക്ഷേ കൂടുതൽ ക്ലാരിഫിക്കേഷൻ, കാരണം താങ്കളുടെ വാക്കുകളെ ഒരു പക്ഷേ കേരളം കാതോർക്കുന്ന ഒരു ദിവസമാണ്. കാരണം കെ ബാബു താങ്കളുടെ ധാർമ്മികതയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഖണ്ഡിച്ചുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഒരു പേടിയും തനിക്ക് ഇക്കാര്യത്തിലില്ല, ബിജു പറയുന്നത് പച്ചക്കള്ളമെന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത്രത്തോളം ധൈര്യം ഒരുപക്ഷെ കെ ബാബുവിന് വരണമെങ്കിൽ താങ്കളുടെ കൈവശം ഒന്നുമില്ല എന്ന ഒരു യാഥാർത്ഥ്യബോധത്തോടെയാണ് ഒരുപക്ഷെ കെ ബാബു സമീപിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം കെ ബാബുവിന് എങ്ങനെ ഉണ്ടായി? എന്റെ കയ്യിൽ ഒന്നുമില്ലാതെ തുടങ്ങിയതാണല്ലോ നമ്മൾ പറയപ്പെടുന്ന അതെ. ആ സന്ദർഭത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ അതികായകൻ അടി പറഞ്ഞ് അല്ലെങ്കിൽ അടിതെറ്റി വീണിട്ട് കൂടി ആ വസതിയിൽ നിന്നാണ് കെ ബാബു ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ വ്യക്തമാക്കിയതെങ്കിൽ അതാണ് ഞാൻ കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷൻ കാര്യത്തിൽ വേണമെന്ന് താങ്കളോട് പറയുന്നത്. കാരണം അന്വേഷണ ഏജൻസി മാണിസാറിനെ അന്വേഷിച്ച പോലെ അല്ല ബാബുവിനെ അന്വേഷിച്ചത്. അന്വേഷണ ഏജൻസി പോലും ബാബുവിനെ സംരക്ഷിക്കുന്ന രീതിയിൽ തുടക്കം മുതൽ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് മൊഴി രേഖപ്പെടുത്തുന്ന സ്ഥലം തൊട്ട് തുടങ്ങിയത്. അവർ ബാക്കി പറഞ്ഞവരുടെ മൊഴികളെല്ലാം വരുന്നവരെയൊക്കെ വിരട്ടുന്ന രീതിയിലാണ് അങ്ങോട്ട് അവരെ മാനസിക സ്ഥല തെറ്റിക്കുന്ന രീതിയിൽ ഉള്ള തുടക്കമായിരുന്നു മറ്റേ അന്വേഷണ ഏജൻസി നടത്തിയത്. അതേസമയം അത് തുടക്കത്തിൽ തന്നെ വെരിഫിക്കേഷൻ തന്നെ അത് അട്ടിമറിക്കപ്പെട്ടു. അതാണ് മാണിസാറിനും ബാബുവിനും തമ്മിൽ വന്ന വ്യത്യാസം. അപ്പൊ ബാബുവിന് ആ ഒരു കോൺഫിഡൻസ് മനസ്സിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പുറത്ത് വരില്ലാന്ന്. അത് വേറെ ഏജൻസി, സെൻട്രൽ ഏജൻസി വരട്ടെ, ബാബുവിന്റെ അന്വേഷണം വരട്ടെ, തീർച്ചയായിട്ടും ബാബു ജയിലിൽ പോകും. ഏറ്റവും ഈ 10 കോടിയൊന്നുമല്ല ബാബു മേടിച്ചിട്ടുള്ള, ഈ അസോസിയേറ്റ് 25 കോടി രൂപയിൽ പിടിച്ച് നല്ലൊരു പങ്ക് മേടിച്ചിട്ടുള്ള ശ്രീ കെ ബാബുവാണ് എന്ന വസ്തുത. ഈ 25 കോടി രൂപ എവിടെ കൊടുത്തു എന്നുള്ള കാര്യം അസോസിയേഷൻ വെളിപ്പെടുത്തിട്ട് ബാബു ജയിലിൽ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1 കോടി രൂപ വാങ്ങിച്ച മാണിസാർ കേസിലേക്ക് ഇത്രയും ഇതിലേക്ക് വരുന്നെങ്കിൽ 10 കോടി രൂപ ഒരു ഡീല് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കുന്നു. അല്ലാതെ തന്നെ അതിന് മുമ്പ് തുടക്കം തൊട്ട് തന്നെ ഈ ഗവൺമെന്റ് വന്ന 3 വർഷവും ആദ്യത്തെ 3 വർഷക്കാലം ഓരോ ഘട്ടങ്ങളിലായി പിരിച്ചിട്ടുള്ളതാണ് 25 കോടി രൂപ. അത് ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ ഘട്ടത്തിലും. ഞങ്ങൾ മടുത്തുപോയി ഈ ആൾക്കാരെ വിളിച്ച് ഓരോ പ്രാവശ്യം പൈസ ചോദിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് പൈസയും പിരിച്ചിട്ട് വളരെ മോശമായി തിരിച്ച് പ്രതികരിക്കുന്നത് ബാബുവിന്റെ ഒരു ചാനലിൽ തന്നെ ബാബു വളരെ മോശമായിട്ടാണ് എന്നെ അസഭ്യങ്ങളൊക്കെ പറയുന്നത് കേട്ടായിരുന്നു എന്നെ പറ്റി. ആ ഒരു അവസ്ഥയിലേക്കാണ് ബാബുവിന്റെ സംസ്കാരം കൊണ്ടുവന്നത്. ബിജു രമേശ്, പണം കൈമാറ്റം സംബന്ധിച്ച് താങ്കളുടെ കൈവശമുള്ള സ്പഷ്ടമാക്കാൻ കഴിയുന്ന ഒരുപക്ഷെ അന്വേഷണ ഏജൻസിയോ ക്വിക്ക് വെരിഫിക്കേഷൻ ഘട്ടത്തിൽ പോലും കാണാതെ പോയി അല്ലെങ്കിൽ കണ്ടിട്ട് തള്ളിക്കളഞ്ഞ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരുപക്ഷെ താങ്കൾക്ക് ഇപ്പോഴും താങ്കൾ ഉറച്ചു നിൽക്കുന്നു ആ വഴികളിലൂടെ ഇന്ന വഴികളിലൂടെ സഞ്ചരിച്ചിരുന്നെങ്കിൽ അത് തെളിയിക്കപ്പെടുമായിരുന്നു. അങ്ങനെ താങ്കളുടെ കൈവശമുള്ള തെളിവ് വെരിഫിക്കേഷനിലൊന്നും തെളിയിക്കപ്പെടില്ല എന്ന ഈ പറയപ്പെടുന്ന അന്വേഷണ ഇപ്പം നേരത്തെ നടത്തിയ വെരിഫിക്കേഷൻ ഏജൻസി നടത്തിയാൽ ഒന്നും തെളിയിക്കപ്പെടില്ല എന്ന് അവിടെ ഇരുന്നപ്പോൾ തന്നെ വ്യക്തമായി. കാര്യം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ തന്നെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് എന്നെ DGP വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു ജേക്കബ് തോമസ് സാറാണെന്ന് വെച്ചാൽ പറഞ്ഞു അല്ല, എറണാകുളത്താണ് എന്നെ മൊഴിയെടുക്കുന്നത്. ജേക്കബ് തോമസ് സാറല്ല വിളിച്ചത്, വിൻസൻ പോൾ സാറാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഡീറ്റെയിൽസ് എടുക്കേണ്ട, മാണിസാറിന്റെ മൊഴിയിൽ പറഞ്ഞ കാര്യം മാത്രം, അതുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം എടുത്താൽ മതിയെന്ന് പറഞ്ഞു.
മാണിസാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനല്ല, ബാബുവിന്റെ പൊഴിയും ഇത് പറയാനല്ലേ വന്നതെന്ന് ചോദിച്ചു. അതുപോലും ബാക്കി എഴുതിയെടുക്കാനായിട്ട് അവർ തയ്യാറായില്ല. മറ്റൊന്നും പറയാനില്ല എന്ന് എഴുതാൻ പോയപ്പോൾ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു, സഹകരിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം ഞാൻ ലൈസ കൊണ്ടുപോയി കൊടുത്ത വിവരം കൂടി അതിനകത്ത് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒപ്പിട്ടത്. അവിടെ ഒരു പക്ഷേ ബിജു രമേശ് ബാബുവുമായി അതിനുശേഷം ഞങ്ങൾ DGPക്ക് പരാതി നൽകിയായിരുന്നു. ഈ അന്വേഷണം നടത്തുന്ന വിധത്തിലുള്ള അപാകതകളെ കുറിച്ച് പരാതി നൽകി. പക്ഷേ അതൊന്നും തന്നെ രണ്ടാമത് ഞങ്ങളെ വിളിക്കുകയോ അന്വേഷിക്കുകയോ എന്താണ് ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധനയുടെ ആവശ്യകത കൂടുതൽ വ്യക്തമാവുകയാണോ ബിജു രമേശ്? കാരണം കെ ബാബുവിന്റെ നുണപരിശോധന താങ്കൾ പറഞ്ഞു, കെ ബാബുവിനെ അടക്കം നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒരു പക്ഷേ വെല്ലുവിളിയെ താങ്കൾ മുന്നോട്ട് വെച്ച് ഈ ഘട്ടത്തിൽ ഈ പറയുന്ന രാധാകൃഷ്ണൻ കെ ബാബുവിനെയും എന്നെയും, ബാബുവിനെ മാത്രമല്ല ചെയ്യേണ്ട, കെ ബാബുവിനെയും എന്നെയും രാധാകൃഷ്ണനും ഒക്കെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വെറും പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നാർക്കോ അനാലിസിസ് ടെസ്റ്റ് വിധേയമാക്കാൻ ബാബു തയ്യാറാണെങ്കിൽ, ഈ പറയുന്ന സത്യം ജനങ്ങളുടെ ഇതിൽ തെളിയിക്കാൻ ബാബു തയ്യാറാവുമെങ്കിൽ, ബാബുവിന്റെ മനസ്സും ശുദ്ധമാണെങ്കിൽ ബാബു നാർക്കോ അനാലിസിസ് തയ്യാറാണെന്ന് ബാബു സമ്മതിക്കട്ടെ. ഞാൻ അത് സമ്മതിച്ചിട്ട് അതിൽ ഇല്ല എന്ന് തെളിയുകയാണെങ്കിൽ ബാബു പറയുന്ന എന്ത് കോമ്പൻസേഷൻ നൽകാൻ 25 ലക്ഷം രൂപയിൽ ബാബു ചോദിച്ചില്ല, ഞാൻ ബാബു ചോദിക്കുന്ന എന്തും തരാൻ ഞാൻ തയ്യാറാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഈ സുരേഷ് പൈ വഴിയാണ് ഇത്തരത്തിൽ ഡീലിംഗ് പണക്കൈമാറ്റം ബാബുവിലേക്ക് എത്തിച്ചത്. ബിജു സുരേഷ് പൈ കൈവശമാണ് ബാബുവിലേക്ക് പണം എത്തിയത്. ബിജു രമേശ് കേൾക്കാമെങ്കിൽ. സബ്സ്ക്രൈബർ നിങ്ങൾ ബിജുവിലേക്ക് പിന്നീട് മടങ്ങിയെത്താം. വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ബിജു രമേശ് കെ ബാബുവിനെതിരെ ആവർത്തിച്ച് ഉന്നയിച്ചിരിക്കുന്നു. ബിജു രമേശ് ബാർ ലൈസൻസ് 30 ലക്ഷം രൂപയിൽ നിന്ന് 22 ലക്ഷം രൂപയിലേക്ക് ബാർ ലൈസൻസ് ഫീ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പണം കെ ബാബു 10 കോടി രൂപ ആവശ്യപ്പെട്ടു. പണം കൈമാറ്റം നടന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് പണം കൈമാറ്റം നൽകിയത്. സുരേഷ് പൈ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മുഖാന്തരമാണ് പണം കൈമാറ്റം നടന്നിരിക്കുന്നത്. ബാബുവിന് 50 ലക്ഷം രൂപയാണ് നൽകിയത്. കൊട്ടേറ ബാബുവിൻ്റെ ഓഫീസിൽ നേരിട്ട് പോയിട്ടാണ് താൻ പണം കൊടുത്തതെന്നും ബിജു രമേശ് പീപ്പിൾ ടിവിയിലൂടെ വ്യക്തമാക്കുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹി മുഹമ്മദ് റഫീഖും ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ജനറൽ മാനേജരും തനിക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നു. താൻ പണം നൽകിയത് ബാബുവിൻ്റെ സെക്രട്ടറി അടക്കമുള്ളവർ ബാബുവിന് പണം നൽകിയതിൽ സാക്ഷിയാണെന്നും പറഞ്ഞു. സുരേഷ് പൈയാണ് ബാബുവിന് പണം പിന്നീട് കൈമാറുന്നത്. ഇതിൽ 50 ലക്ഷം രൂപ കൈമാറ്റം നടന്നിരിക്കുന്നു എന്നുമാണ് ബിജു രമേശ് വ്യക്തമാക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണം. ഒരുപക്ഷെ കെ എം മാണിയുടെ പതനത്തിന് ശേഷം, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട പതനത്തിന് ശേഷം നടത്തുന്ന ആരോപണങ്ങൾ വീണ്ടും അടിവരയിട്ടുകൊണ്ട് ബിജു രമേശ് മുന്നോട്ടെത്തുന്നു. ഒരുപക്ഷെ അന്വേഷണ ഏജൻസിയിൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയ ഘട്ടത്തിലൊന്നും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുകൂടി അത് രേഖപ്പെടുത്താൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ അത് കോടതിയിൽ നിയമ പോരാട്ടം നടത്തുമെന്ന വാണി നൽകിയ ശേഷം ഉൾപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നും ബിജു പറയുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. KG ദിനകർ ഇക്കാര്യത്തിൽ ബിജു രമേശ് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ബാബുവിൻ്റെ ഓഫീസിൽ നേരിട്ട് പോയി പണം നൽകി, അതിൻ്റെ സാഹചര്യങ്ങൾ പറയുന്നു. നുണപരിശോധനയ്ക്ക് ബാബുവും താനും നാർക്കോ ടെസ്റ്റ് അടക്കം അതിനെ വെല്ലുവിളിക്കുകയാണ് ബിജു രമേശ്. മാത്രമല്ല ഏത് ദൂതനാണ് എത്തിയത്, ബാബുവിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് ബാബു വ്യക്തമാക്കണം. ബാബു മന്ത്രിസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഭരണഘടനയെ പുച്ഛിച്ച് തള്ളുന്നു, ഭരണഘടനാ ലംഘനം നടത്തുന്നു. എത്രത്തോളം പ്രസക്തമാണ് കെ ബാബുവിനെതിരെയുള്ള ബിജു രമേശിൻ്റെ ഇന്നത്തെ ഈ ആരോപണങ്ങൾ? പ്രതീക്ഷ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബിജു രമേശ് വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുന്നത്. കെ എം മാണിക്കു പിന്നാലെ കെ ബാബുവും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിരിക്കുന്നു ബാർ കോഴ കേസിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഇത് നേരത്തെ പലതവണ അദ്ദേഹം പറഞ്ഞതാണ് എങ്കിൽ കൂടി അദ്ദേഹം കെ ബാബുവിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതായത് നാർക്കോ അനാലിസിസിന് താൻ തയ്യാറാണ്, അദ്ദേഹം തയ്യാറാണ് എങ്കിൽ അക്കാര്യം തെളിഞ്ഞില്ല എങ്കിൽ താൻ കെ ബാബു പറയുന്ന എന്തും നൽകാൻ താൻ തയ്യാറാണ് എന്നുമുള്ള വെല്ലുവിളിയാണ് ബിജു രമേശ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ബാബുവിൻ്റെ ഓഫീസിൽ സെക്രട്ടേറിയറ്റിൽ എത്തി താനും തൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള രാധാകൃഷ്ണനും ഒപ്പം ജനറൽ മാനേജറായിട്ടുള്ള രാധാകൃഷ്ണനും ഒപ്പമുണ്ടായിരുന്നു തനിക്കൊപ്പം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്കാണ് ഈ പണം കൈമാറിയത്. അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നും ബിജു രമേശ് വെളിപ്പെടുത്തുകയാണ്. താൻ ഇതിന് അന്വേഷണം നടത്തുകയാണ് എങ്കിൽ, അതായത് സ്റ്റേറ്റ് ഏജൻസി, പോലീസ് ഏജൻസി അന്വേഷിച്ചാൽ മതിയാവില്ല, മറിച്ച് സെൻട്രൽ ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ള ഒരു ആവശ്യവുമാണ് ബിജു രമേശ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം
കെ എം മാണിയുമായി ബന്ധപ്പെട്ട് ബാർ കോഴ കേസിൽ അന്വേഷണം നടത്തിയപ്പോൾ കെ ബാബുവിനെ ഒഴിവാക്കാൻ അന്വേഷണ സംഘം ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അതിൽ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നും ബിജു രമേശ് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് കെ ബാബുവിനെതിരെ തെളിവുകൾ ലഭിക്കാതിരുന്നതെന്നും അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മറിച്ച് ഒരു സെൻട്രൽ ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ കെ ബാബു കോടിക്കണക്കിന് രൂപ തങ്ങളുടെ ബാർ ഉടമകളിൽ നിന്നും പണം കൈപ്പറ്റിയതായി അദ്ദേഹം തെളിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക്, കെ ബാബു നിരന്തരം പണം ആവശ്യപ്പെട്ടിരുന്നു, നിരന്തരം തങ്ങൾ പണം നൽകിയിരുന്നു, അവസാനം മടുത്തുപോയി തങ്ങൾ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിലൂടെ അദ്ദേഹം അല്ലെങ്കിൽ ബാർ ഉടമകളിൽ നിന്നും എത്രത്തോളം പണം വാങ്ങിയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അവരെ സമ്മർദ്ദത്തിലാഴ്ത്തിയിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ വാക്കുകളാണ് ബിജു രമേശിൽ നിന്നും പുറത്തു വരുന്നത്. ഇത് തെളിയിക്കാൻ താൻ അങ്ങേയറ്റം തയ്യാറാണ്, കാരണം താൻ നാർക്കോ അനാലിസിസിന് തയ്യാറാണ്. കെ ബാബു തയ്യാറുണ്ടോ എന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് കെ ബാബു വ്യക്തമാക്കുന്നത് ബിജു രമേശിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ തെളിയിക്കട്ടെ, താൻ നിയമപരമായി ഇത്തരം കാര്യങ്ങളെ നേരിടും എന്നാണ് കെ ബാബു രാവിലെ കെ എം മാണിയെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിരിക്കുന്നത്. പ്രജീഷ്, കെ ജി ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്.